പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കാൻ ദൈവം നമുക്ക് തന്ന ഈ ദിവസത്തിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലാണ്. 4-ാം അധ്യായത്തിലെ 11 വചനങ്ങൾ നാം ചിന്തിച്ചു. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള തിരുവചനങ്ങൾ നമുക്ക് ധ്യാനിക്കാനായിട്ട് പരിശ്രമിക്കാം. കർത്താവ് നമ്മളെ സവിശേഷമായ കൃപയിൽ ഈ ദിവസം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നമ്മൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷ നടത്തുന്നത്. മാതാവിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥവും പ്രാർത്ഥനയും നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം സമറിയാക്കാരി ഈശോയോട് പറയുകയാണ്. സമറിയാക്കാരി ഈശോയോട് പറഞ്ഞു, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതാണ്, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും? 10-ാം വാക്യത്തിൽ ഈശോ പറഞ്ഞിരുന്നു, നിന്നോട് സംസാരിക്കുന്നവൻ ആരെന്നും ദൈവത്തിൻ്റെ ദാനം എന്താണെന്നും നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ നിനക്ക് ജീവൻ്റെ ജലം തരികയും നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെയാണ് സമറിയാക്കാരിയുടെ മറുപടി, പ്രഭോ, വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല, കിണറോ ആഴമുള്ളതാണ്, പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് ലഭിക്കും? അപ്പോൾ ഈശോ ജീവൻ്റെ ജലം കൊടുക്കാമെന്ന് പറയുന്നത് ഒരു ഭൗതികമായ അർത്ഥത്തിലല്ല. നിക്കോദേമോസിനോട് പറഞ്ഞതുപോലെ തന്നെയാണിത്. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് നിക്കോദേമോസിനോട് പറഞ്ഞതുപോലെ തന്നെയാണ് സമറിയാക്കാരോട് പറയുന്നത്. ഞാൻ ആരാണെന്നും ഞാൻ തരുന്ന ജീവൻ്റെ ജലം എന്താണെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിച്ചേനെ. പക്ഷേ നിക്കോദേമോസിന് മനസ്സിലാകാതിരുന്നത് പോലെ തന്നെ സമറിയാക്കാരിക്കും ഈശോ ഉപയോഗിക്കുന്ന ആത്മീയ വാക്കുകളോ ഈശോ ഉപയോഗിക്കുന്ന ആത്മീയമായൊരു തലമോ മനസ്സിലാകുന്നില്ല. അപ്പോൾ അവൾ അതുകൊണ്ടാണ് എടുത്തു ചോദിക്കുന്നത് ആ ജീവൻ്റെ ജലം. അപ്പോൾ അവൾ അവിടെ ആ ജീവൻ്റെ ജലം എന്ന് ഉദ്ദേശിക്കുന്നത് ഈശോ ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ലിവിങ് വാട്ടർ എന്നതിന്, ജീവൻ്റെ ജലം എന്നതിന് ഒഴുകുന്ന വെള്ളം എന്നും അർത്ഥമുണ്ട്. അല്ലെ, ജീവനുള്ള വെള്ളം, കെട്ടിക്കിടക്കുന്ന വെള്ളം ചത്ത വെള്ളവും ഒഴുകുന്ന വെള്ളം ജീവനുള്ള വെള്ളവുമാണ് എന്ന ഒരു ധാരണ ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്, നിനക്ക് ഈ ഒഴുകുന്ന ജീവനുള്ള റണ്ണിങ് വാട്ടർ എങ്ങനെ തരാൻ പറ്റും? കിണർ ആഴമുള്ളതാണ്, നിൻ്റെ ഈ പാത്രമില്ല, അപ്പോൾ എങ്ങനെ നിനക്ക് വെള്ളം കോരി തരാൻ പറ്റും? നീ ഉദ്ദേശിക്കുന്ന ജീവൻ്റെ ജലം, ജീവനുള്ള ജലം. എന്നിട്ട് അവൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് 12-ൽ, ഈ കിണർ ഞങ്ങൾക്ക് തന്ന യാക്കോബിനേക്കാൾ നീ വലിയവനാണോ? ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാളും വലിയവനാണോ? അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത്. യാക്കോബിൻ്റെ സന്താന പരമ്പരകളായിട്ടാണ് ഈ സമറിയാക്കാർ തങ്ങളെ തന്നെ മനസ്സിലാക്കിയിരുന്നത്. അല്ലെങ്കിൽ അവർ ഈ അബ്രഹാമിക് ലീനിയേജ്, അബ്രഹാമിൻ്റെ വംശപരമ്പരയുമായി തങ്ങളെ തന്നെ കൂട്ടിയിണക്കി മനസ്സിലാക്കിയിരുന്നവരാണ്. യാക്കോബിൻ്റെ കിണറാണിത്. യാക്കോബ് തൻ്റെ മകനായ ജോസഫിന് കൊടുത്ത വയലിനടുത്തുള്ള കിണർ. അപ്പോൾ യാക്കോബും അവൻ്റെ സന്താനങ്ങളും അവൻ്റെ ആടുമാടുകളും ഒക്കെ വെള്ളം കുടിച്ചിരുന്ന കിണർ എന്ന് പറഞ്ഞാൽ പൈതൃകമുള്ളതാണ്, പാരമ്പര്യമുള്ളതാണ്, പഴക്കമുള്ളതാണ്, പുരാതനമാണ്. ഇതാണ് അവരുടെ ആർഗ്യുമെൻറ്റ്. അതായത് ഞാൻ നിൽക്കുന്ന ഒരു ആത്മീയ നിലവാരം പുരാതനമാണ്, പാരമ്പര്യമുള്ളതാണ്. ഇപ്പം ഇവിടെ ഈശോ പറയുകയാണ്, ഈ കിണർ യാക്കോബിൻ്റെ കിണറാണ്, അതിനൊരു തിരുശേഷിപ്പ് പോലെ വിലയുണ്ട്, അതിന് പൈതൃകമുണ്ട്, പാരമ്പര്യത്തിൻ്റെ ഒരു മേന്മ അവകാശപ്പെടാനുണ്ട്. പക്ഷേ മോളെ, ഈ കിണർ എത്ര പുരാതനമാണെങ്കിലും, ഇതിനെത്ര പാരമ്പര്യമുണ്ടെങ്കിലും, ഇതിന് എത്ര വലിയ മഹാവിശുദ്ധർ ഉപയോഗിച്ച കിണറാണെങ്കിലും ഈ കിണർ ഉറവയ്ക്ക് പകരമല്ല.
ഈ കിണർ ജീവൻ്റെ ജലത്തിന് പകരമല്ല. നമ്മൾ ഈ ഈശോ പറയുന്ന വാചകങ്ങളെ ഈ സമകാലികമായ പല പ്രതിസന്ധികളുടെയും നടുവിൽ വളരെ ശ്രദ്ധയോടെ വായിച്ചെടുക്കേണ്ടതുണ്ട്. അതായത് രണ്ട് കാര്യങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഒന്നാമത്തേത് ഒരു പാരമ്പര്യത്തെ ഒട്ടും നിഷേധിക്കുന്നവരല്ല നമ്മൾ അപ്പസ്തോലിക സഭകളിൽപ്പെട്ടവർ. കാരണം എഴുതപ്പെട്ട വചനവും വിശുദ്ധ പാരമ്പര്യവും ഒരുപോലെ ദൈവിക വെളിപാടിൻ്റെ രണ്ട് കൈവഴികളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. നമുക്ക് കാലാകാലങ്ങളായി തലമുറയായി പകർന്നു കിട്ടിയ വിശിഷ്ടങ്ങളായ പല പാരമ്പര്യങ്ങളുമുണ്ട്. 2000 വർഷമായി നമ്മൾ അനുസ്യൂതമായി ഉപയോഗിച്ചു പോരുന്ന പാരമ്പര്യ രീതികളുണ്ട്, സമ്പ്രദായങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. ഇതിനെല്ലാം യേശു അവതരിപ്പിച്ച പുതിയ ഉടമ്പടിയുടെ ആത്മീയതയിൽ വിലയുണ്ട്. എന്നാൽ വളരെ അപകടകരമായ ഒരു പ്രവണത വരാൻ സാധ്യതയുള്ളത് ഈ പാരമ്പര്യത്തെ യേശു അനുഭവത്തെക്കാളും വലുതായി കണ്ടാൽ അത് സുവിശേഷത്തിന് വിരുദ്ധമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പുരാതനമായ പല നടപടിക്രമങ്ങളും നമ്മുടെ കൂട്ടായ്മകളിലുണ്ടാവാം. ഇതിന് അപ്പസ്തോലന്മാരുടെ കാലം മുതലേ പിന്തുടരുന്ന പല ആചാര രീതികളും നമുക്കുണ്ടാവാം. പക്ഷേ ആ പുരാതനത്വത്തെക്കാളും ആ പാരമ്പര്യത്തെക്കാളും വലുതാണ് യേശു അനുഭവം. ഞാൻ പറയുന്നതിനെ നിങ്ങൾ ശരിയായി മനസ്സിലാക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ, ഈ ഒരാൾ പറയുകയാണ്, ഇത് അപ്പസ്തോലനായ പത്രോസ് ധരിച്ചിരുന്ന ഉടുപ്പാണ്. അപ്പസ്തോലനായ പത്രോസ് ധരിച്ചിരുന്ന ഉടുപ്പ് ഇന്ന് 2023 ഇട്ടുകൊണ്ട് ഞാൻ ഈ പ്രസംഗം നിങ്ങളോട് പറയുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റേതായൊരു വിലയുണ്ട്. കാരണം അപ്പസ്തോലനായ പത്രോസ് ധരിച്ചിരുന്ന ആ ഉടുപ്പിന് ഏലീശായുടെ അസ്ഥികൾക്ക് പോലും മരിച്ചവനെ ഉയർപ്പിക്കാൻ കഴിവുണ്ടെങ്കിൽ അപ്പസ്തോലനായ പത്രോസ് ധരിച്ചിരുന്ന ആ അങ്കിക്ക് വലിയ വിലയുണ്ട്. പക്ഷേ അപ്പസ്തോലനായ പത്രോസ് ധരിച്ചിരുന്ന ആ അങ്കിക്ക് എനിക്കുണ്ടാകേണ്ട യേശു അനുഭവത്തെക്കാളും വിലയൊന്നുമില്ല. യേശു അനുഭവമില്ലാത്തൊരു ഞാൻ, യേശുവിനെ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ രക്ഷകനും നാഥനും ദൈവവുമായി അനുഭവിക്കാത്ത ഞാൻ പത്രോസിൻ്റെ ഉടുപ്പ് ധരിച്ചു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. അതായത് ഒരു പാരമ്പര്യവും യേശു അനുഭവത്തിന് പകരമാവുന്നില്ല. ഒരു പാരമ്പര്യവും ഒരു പുരാതനത്വവും യേശു അനുഭവത്തിന് പകരാവുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഈ യേശുവിനെ ആരാധിക്കുന്നതുമായി അല്ലെ ദൈവത്തെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് സഭയിൽ ഉടനീളം കാണുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നമ്മളൊന്ന് മാറി നിന്ന് ആലോചിക്കേണ്ടത്, ആരാധിക്കുക എന്നതാണ് പ്രധാനം, എങ്ങനെ ആരാധിക്കുക എന്നതല്ല. അപ്പോൾ എങ്ങനെ ആരാധിക്കണം എന്നതിൻ്റെ പേരിൽ ആരാധന മുടങ്ങിപ്പോകുമ്പോൾ അതൊരു അപകടകരമായ പൈശാചികമായ കെണിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാധിക്കണം എന്നതല്ലേ പ്രധാനം, എങ്ങനെ ആരാധിക്കണം എന്നതാണോ? അപ്പോൾ അതുകൊണ്ട് സമറിയാക്കാരിയോട് ഈശോ പറയുകയാണ്, ഈ കിണർ വിലയുള്ളതാണ്, യാക്കോബ് ഉപയോഗിച്ചതാണ്, യാക്കോബ് ഈ കിണറ്റിൻകരയിൽ ഇരുന്നതാണ്, യാക്കോബ് ഇരുന്ന കല്ലാണിത്, അല്ലെ യേശു കോരിയ തൊട്ടിയാണിത്, ഒക്കെ ശരിയാണ്. പക്ഷെ നിൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്ന യേശുവിനോട് ഉള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ, ആ യേശുവിനുമായിട്ടുള്ള ബന്ധവുമായി താരതമ്യം ചെയ്യുമ്പോൾ, തുലനം ചെയ്യുമ്പോൾ ഈ യാക്കോബിൻ്റെ കിണർ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കിണറ്റിൽ നിന്ന് കുടിക്കുന്നവന് പിന്നെയും ദാഹിക്കും. ആചാരാനുഷ്ഠാനങ്ങളുടെ കിണറ്റിൽ നിന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നവന് പിന്നെയും ദാഹിക്കും. എന്നാൽ യേശുവാകുന്ന കിണറ്റിൽ നിന്ന് കുടിക്കുന്നവന് പിന്നെ ഒരിക്കലും ദാഹിക്കില്ല. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കേണ്ട, അല്ലെങ്കിൽ നമുക്കിന്ന് വായിച്ചെടുക്കേണ്ട സമകാലിക വായനകളിലൊന്ന് അതാണ്. ഏത് പാരമ്പര്യത്തെക്കാളും വലുതാണ് എനിക്ക് യേശുവിനോടുള്ള ബന്ധവും അനുഭവവും. യേശു അനുഭവം ഇല്ലാത്തവന് എത്ര വലിയ പാരമ്പര്യത്തിൻ്റെ മേന്മ പറയാനുണ്ടെങ്കിലും അതിന് ഒരു വിലയില്ലെന്നാണ് നമ്മൾ വായിക്കുന്ന ഈ സുവിശേഷം പറയുന്ന വായന, വെളിപ്പെടുത്തൽ, പൊരുൾ. അപ്പോൾ അതുകൊണ്ട് ഈശോ പറയുകയാണ്, ഈ പുരാതനത്വങ്ങളെ അല്ലെങ്കിൽ ഈ പാരമ്പര്യങ്ങളെയൊക്കെ യഥാർത്ഥത്തിൽ ഒരു പരിധിവരെ ഈശോ പലപ്പോഴും പരിഹസിക്കുന്നുമുണ്ട്.
ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിൻ്റെ മക്കളെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരുടെ പാരമ്പര്യ അഹങ്കാരങ്ങളുടെ നേരെ കർത്താവ് ചാട്ടവാറ് ചുഴറ്റിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പുരാതനത്വങ്ങളും നല്ലതാണ്, എല്ലാ വിശിഷ്ടമായ കൈമാറ്റങ്ങളും നല്ലതാണ്. പക്ഷെ അതൊന്നും യേശു അനുഭവത്തിന് പകരമല്ല. അതൊക്കെ ഉണ്ടായിട്ടും അതൊക്കെ ഉണ്ടായതുകൊണ്ട് യേശു അനുഭവം ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. ഒരു പ്രത്യേക തരത്തിലുള്ള ആൾത്താർ ഉപയോഗിച്ചതുകൊണ്ടോ, ഒരു പ്രത്യേക വിധത്തിലുള്ള വസ്ത്രം ധരിച്ചതുകൊണ്ടോ, ഒരു പ്രത്യേക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെ ഉടയാടകൾ ധരിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ 2000 വർഷമായിട്ട് ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ ചെയ്തതുകൊണ്ടോ ഒന്നും യേശു അനുഭവം ഉണ്ടാവണമെന്നൊന്നുമില്ല. എന്നാൽ യേശു അനുഭവം ഉള്ളവന് ഇതെല്ലാം വിലയുള്ളതുമാണ്. യേശു അനുഭവത്തിന് ഇത് പകരമല്ല. അപ്പോൾ എന്തിനാണ് വില കൊടുക്കേണ്ടത്? വില കൊടുക്കേണ്ടത് ഈശോയോട് ഉണ്ടാകേണ്ട ബന്ധത്തിനാണ്. മണവാളൻ ഇങ്ങനെ മുമ്പിൽ കൺമുമ്പിൽ കിണറ്റിൻകരയിൽ നിൽക്കുമ്പോൾ ആ കിണറിൻ്റെ വലിപ്പം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കിണറ്റിൻകരയിൽ നിൽക്കുന്ന ഈ ദൈവത്തെ കണ്ടുമുട്ടുകയല്ലേ ചെയ്യേണ്ടത്. കിണറിൻ്റെ ആഴവും കിണറിൻ്റെ വലിപ്പവും കിണറിൻ്റെ പുരാതനത്വവും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതാണ് നമുക്ക് ഈ നമ്മളറിയാതെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അബദ്ധം, ഒരു തെറ്റായ ധാരണ ഇതാണ്. നമ്മൾ ഈ വിലയില്ലാത്തതിനെല്ലാം, അല്ലെങ്കിൽ ശരിക്കും വില കൊടുക്കേണ്ടതിന് വില കൊടുക്കാതെയും വിലയില്ലാത്തതിനെല്ലാം വില കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരു സമൂഹമായിട്ട് അധംപതിച്ചു പോകുന്നുണ്ടോ എന്ന് ചിലപ്പോൾ സങ്കടം തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ചോദിക്കുകയാണ്, യാക്കോബിനേക്കാൾ വലിയവനാണോ നീ? അപ്പോൾ യേശു ഈ ചോദ്യം ഉന്നയിക്കുന്ന ഒരു ദിശയെന്ന് പറയുന്നത് യേശു ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഈശോ കൊടുക്കുന്ന മറുപടി, യാക്കോബിനേക്കാളും ഞാൻ വലുതാണ് സ്ഥാപിക്കാൻ ഈശോ കൊടുക്കുന്ന മറുപടി, യാക്കോബ് തന്ന കിണറ്റിലെ ജലവും ഞാൻ തരുന്ന കിണറ്റിലെ ജലവും തമ്മിലുള്ള, ഞാൻ തരുന്ന ജീവജലവും തമ്മിലുള്ള വ്യത്യാസം അവതരിപ്പിച്ചുകൊണ്ടാണ്. തൻ്റെ വലിപ്പം സമരിയാക്കാരോട് ഈശോ പറയുന്നത് താൻ നൽകുന്ന ദാനത്തിൻ്റെ വലിപ്പത്തിൻ്റെ വെളിച്ചത്തിലാണ്. യാക്കോബിൻ്റെ വലിപ്പം എന്ന് നിങ്ങൾ പറയുന്നത് യാക്കോബിൻ്റെ കിണറാണിത് എന്നുള്ളതാണ്. ഈശോ പറയുകയാണ്, എൻ്റെ വലിപ്പം ഞാൻ നൽകുന്ന ജീവൻ്റെ ജലത്തിൻ്റെ വലിപ്പമാണ്. അപ്പം അതാണ്, ആ ലൈനിലാണ് ഈശോ അതിന് മറുപടി പറയുന്നത്. കർത്താവ് പറയുകയാണ്, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. ഈ ലോകം തരുന്ന ഏത് ഉറവയിൽ നിന്ന് നമ്മൾ കുടിച്ചാലും നമുക്ക് പിന്നെയും ദാഹിക്കും. നമ്മുടെ ദാഹം ശമിപ്പിക്കാൻ പറ്റുന്ന ഒരു ജലം ലോകത്തിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഈ പണം ഉണ്ടാവണം, സമ്പത്തുണ്ടാവണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, സമ്പത്ത് വേണം. എന്നാൽ ബൈബിളിലൊരു വചനമുണ്ട്, ധനവാൻ ധനം കൊണ്ട് തൃപ്തി അടയുകയില്ല. അതായത് ഏതെങ്കിലും ഒരു ധനവാനെ ധനം തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ? തൃപ്തിപ്പെടുത്താൻ പറ്റില്ലത്. അതായത് ധനം കൂടുന്തോറും വീണ്ടും 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 ഉണ്ടാകണമെന്ന ആഗ്രഹം കൂടുന്നതല്ലാതെ ഈ ദ്രവ്യാഗ്രഹി ദ്രവ്യം കൊണ്ട് തൃപ്തിപ്പെടുകയില്ല. ഈ ജഡത്തിൻ്റെ തൃഷ്ണകൾ കൊണ്ട് അത് മനുഷ്യനെ തൃപ്തിപ്പെടുത്തുകയില്ല. പിന്നെയും 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 ദാഹിച്ചുകൊണ്ടിരിക്കും. പണം, ജഡം, സുഖം, മോഹങ്ങൾ, സ്ഥാനമാനങ്ങൾ, അധികാരമോഹങ്ങൾ, ഇതെല്ലാം മനുഷ്യനെ വീണ്ടും 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 മോഹിപ്പിക്കുന്ന കിനാവുകളായി മനുഷ്യൻ്റെ പിന്നാലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ലോകം തരുന്ന ജലം കുടിച്ചാൽ വീണ്ടും വീണ്ടും ദാഹിക്കും. ഈ യാഥാർത്ഥ്യമാണ് ഈശോ തുറന്നു കാണിക്കുന്നത്. ഇനി ഇത് സമറിയാക്കാരിയോട് കുറച്ചുകൂടെ പേഴ്സണലായ ലെവലിൽ ഈശോ പറയും. അതായത് ഈ ഒത്തിരി ദാഹിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയാണിത്. അങ്ങനെ ആ ദാഹം പലരെയും കൊണ്ട് പകരം വെച്ച് ആ ദാഹം ശമിപ്പിക്കാൻ അവൾ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു പോയൊരു സ്ത്രീയാണ്. ജീവിതം മുഴുവൻ താൻ കൊണ്ടു നടന്ന ദാഹം ശമിപ്പിക്കാൻ പല പുരുഷന്മാരിലും അഭയം തേടിയെങ്കിലും അതുകൊണ്ടൊന്നും ദാഹം തീരാത്ത ഒരു സ്ത്രീയാണിത്. അപ്പോൾ പറയുകയാണ്, നിന്റെ ദാഹം, ആ ദാഹം ശമിപ്പിക്കാൻ ഈ ലോകത്തിന് കഴിയില്ല. എന്നിട്ട് പറയുകയാണ്, എന്നാൽ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഈ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയാം, ഇതിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണത്? ഈ യേശു തരുന്ന പരിശുദ്ധാത്മാവാകുന്ന ഈ ദാനം, ജീവജലം പരിശുദ്ധാത്മാവാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു.
അപ്പോൾ ഈ പരിശുദ്ധാത്മാവാകുന്ന യേശു തരുന്ന ഈ ദാനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിലേക്കാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ആ പരിശുദ്ധാത്മാവാകുന്ന ജീവജലം നമ്മുടെ ആത്മാവിൽ വസിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ദാഹം ഉണ്ടാകുന്നു. നമുക്ക് ദാഹം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളിങ്ങനെ വിചാരിക്കുക, അതായത് നമുക്ക് ഭൗതികമായ ഒരു ദാഹം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? വെള്ളം കിട്ടാൻ വഴിയുള്ള, വെള്ളം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു, അവിടുന്ന് നമ്മൾ വെള്ളം എടുത്ത് കുടിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ചേ, അതായത് എപ്പോൾ നമ്മൾ ദാഹിച്ചാലും, എപ്പോൾ ഉള്ളിലൊരു ദാഹം വന്നാലും നമ്മൾ പുറമേ നിന്നൊരു വെള്ളം എടുക്കണ്ട. അകത്ത് ഈ വെള്ളം സ്റ്റോർഡ് ആയിട്ടിരിക്കുകയാണ്. എപ്പോൾ ദാഹിക്കുന്നു ആ സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ വെള്ളം നമ്മൾ ദാഹിക്കുന്ന സമയത്ത് നമ്മുടെ ഈ ശരീരത്തിലേക്ക് ഒഴുകും എന്ന് വിചാരിച്ചേ. അതായത് നമുക്ക് ദാഹിക്കുന്ന സമയത്ത് നമ്മൾ പുറത്തു പോയി വെള്ളം എടുത്ത് കുടിക്കേണ്ട ആവശ്യമില്ല. ദാഹിക്കുന്ന സമയത്ത് വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒഴുകും എന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യന് പിന്നെ ദാഹിക്കുന്നില്ല. ശരിക്കും ദാഹിക്കുന്നുണ്ട്, പക്ഷെ അയാൾ ഒരിക്കലും ദാഹം അറിയുന്നില്ല. അയാളുടെ ശരീരത്തിൽ ശരിക്കും ദാഹമുണ്ട്, എന്നാൽ അയാൾ ദാഹം അറിയുന്നില്ല. കാരണം എന്താണ്? എപ്പോൾ ദാഹം ഉണ്ടായാലും അപ്പോൾ അയാളിലേക്ക് ഈ വെള്ളം ഒഴുകി വരികയാണ്. ഈ സിസ്റ്റമാണ് ശരിക്കും ഹോളി സ്പിരിറ്റ് നമ്മുടെ അകത്ത് വർക്ക് ചെയ്യുന്നത്. അതായത് അകത്ത് പരിശുദ്ധാത്മാവാകുന്ന ഈ ജലം ഈശോ തന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ ഒരു ദാഹം വന്നാലും എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവ് ഉടനെ ഈ ജീവജലം സപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അയാൾക്ക് പിന്നെ ഒരിക്കലും, അതാണ് ഈ തൃപ്തി എന്ന് പറയുന്ന ഒരു സാധനം. ഒരു ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് സത്യം പറഞ്ഞാൽ തൃപ്തി, സംയമനം, ശാന്തത, സമാധാനം. ഇതെല്ലാം, അതായത് വ്യഗ്രതകളില്ല, ഒരു പരിധിവരെ ആകുലതകളില്ല, ഭയമില്ല. എന്താണ് ഇതെല്ലാം? ഈ ദാഹത്തിൻ്റെ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് എക്സ്പ്രഷൻസ് ആണ്. ഈ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ദാഹത്തിൻ്റെ പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. ഫ്രസ്ട്രേഷൻസ്, അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, സമാധാനമില്ലായ്മകൾ, ആകുലതകൾ, ഉത്കണ്ഠകൾ, ഭാരം, ഭയം, ഇതെല്ലാം ഈ ദാഹത്തിൻ്റെ വിവിധ തലത്തിലുള്ള പ്രകടനങ്ങളാണ്. അപ്പോൾ എപ്പോൾ ഇത്തരം ദാഹത്തിൻ്റെ മൾട്ടിപ്പിൾ എക്സ്പ്രഷൻസ് ഒരാളുടെ ഉള്ളിലുണ്ടാകുന്നോ ആ സമയത്ത് ഈ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ആ ദാഹം ശമിപ്പിക്കുന്ന ജലം ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നത് വിചാരിക്കുക. ഈ പ്രോസസ്സാണ് യേശുവിൽ വരുമ്പോൾ ഒരാളിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അയാൾക്ക് ദാഹമില്ല. വെളിയിൽ നിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു ദാഹമില്ല. അയാൾ വെള്ളം കുടിക്കുന്നതായിട്ട്, പുറമേ പോയി വെള്ളം കുടിക്കുന്നതായിട്ട് കാണുന്നേ ഇല്ല. പക്ഷെ അയാൾക്ക് ഉള്ളിൽ ഈ ചോദനകളെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം ശമിപ്പിക്കുന്ന ജീവൻ്റെ ജലം ഓട്ടോമാറ്റിക്കായിട്ട് അപ്പം തന്നെ അതിങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈശോ പറയുന്ന ഈ വാചകത്തിൻ്റെ അർത്ഥം. എന്നാൽ ഞാൻ നിനക്ക് നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ലെന്ന് പറഞ്ഞാൽ, ദാഹിക്കില്ലെന്നല്ല, അവൻ ദാഹം അറിയുകയില്ലെന്നാണ്. ദാഹിക്കും. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന എല്ലാ ആന്തരിക സംഘർഷങ്ങളിലൂടെയും അയാൾ കടന്നു പോകും, പക്ഷെ അയാൾ അത് അറിയുന്നേ ഇല്ല. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരാൾ തൻ്റെ ഭാരം അറിയാത്തതുപോലെയാണത്. അയാൾക്ക് ഭാരം ഉണ്ടപ്പോഴും, അയാൾക്ക് ചിലപ്പോൾ 85 കിലോ 90 കിലോ ഭാരം ഉണ്ടാവും, പക്ഷേ അയാൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതുകൊണ്ട് അയാളുടെ വെയിറ്റ് അറിയുന്നേ ഇല്ല എന്ന് പറയുന്ന പോലാണിത്. ദാഹമുണ്ട്, പക്ഷേ അയാൾ ദാഹം അറിയുന്നേ ഇല്ല. അപ്പോൾ ഇതാണ് പറയുന്നത്, എന്നാൽ ഞാൻ നിനക്ക് നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. എന്നിട്ട് പറയുകയാണ്, ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാവും. ഇനി ഇതിന് വേറൊരു ഇമേജ് കൂടി ഇവിടെ ഈശോ കൊണ്ടുവരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ വെള്ളം ഇങ്ങനെ കുടിച്ച് ഈ വെള്ളം നമ്മളിൽ നിറഞ്ഞു എന്ന് വിചാരിക്കാം. നമ്മളിങ്ങനെ വെള്ളം എപ്പോഴും വെള്ളം ഇങ്ങനെ കുടിച്ച് വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു ഗ്ലാസ്സിനകത്തേക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം പതുക്കെ അതിൽ നിന്ന് ഒഴുകി പുറത്തേക്ക് പരക്കാൻ തുടങ്ങും. വലിയ ഒരു ടാങ്കിനകത്താണ് ഈ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ ടാങ്കിൽ നിന്ന് ഈ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് താഴേക്ക് ഒഴുകുമ്പോൾ അതൊരു അരുവിയായിട്ട് ഒഴുകും. എന്താ സംഭവിക്കുന്നറിയാമോ? പരിശുദ്ധാത്മാവാകുന്ന ഈ ജീവജലം ഒരു വ്യക്തിയിലേക്ക് നിറഞ്ഞ് കഴിയുമ്പോൾ അയാൾക്ക് തടഞ്ഞു നിർത്താനോ തടുത്തു നിൽക്കാനോ ആവാത്ത വിധത്തിൽ ഈ ആത്മാവാകുന്ന നദി അയാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. ഇതിനെയാണ് ഈശോ യോഹന്നാൻ 7 പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് പറയുന്നത്. അതായത് വിശ്വസിക്കുക, സമറിയാക്കാരോട് ഈശോ പറയുകയാണ്, എന്ത് ചെയ്യാണ്? ഇത് ഞാൻ തരുന്ന ജീവൻ്റെ ജലം നീ കുടിക്കണം, കുടിച്ചാൽ ദാഹിക്കില്ല. കുടിച്ച് ഇയാൾ കുടിക്കുക മാത്രമല്ല, പിന്നീട് ഇയാളിൽ നിന്ന് ഈ കുടിച്ചതെല്ലാം ഒരു നദിയായിട്ട് ഒഴുകുകയാണ്. അത് ഒഴുകുന്നത് 2 വിധത്തിലാണ്. ഒന്ന്, അയാളെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നദിയായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഈ നദിയുടെ ഒരു കണക്ഷൻ സ്വർഗത്തിലേക്കാണ്. ആ നദിയിലൂടെ അയാൾ സ്വർഗത്തിലേക്ക് പോകും, നിത്യതയിലേക്ക് പോകും. രണ്ടാമത്തേത്, ഈ നദിയുടെ മറ്റൊരു ചാനൽ മനുഷ്യരിലേക്കാണ്.
അത് അയാളുടെ കൃപ, അയാളിലൂടെ ഒഴുകുന്ന കൃപയായി മനുഷ്യരെ യേശുവിലേക്ക് കൊണ്ടുവരുന്ന, മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു നദിയായിട്ട് അത് മാറുകയും ചെയ്യും. രണ്ട് തരത്തിലുള്ളൊരു നദിയുടെ എക്സ്പ്രഷനാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാളിൽ സംഭവിക്കുന്നത്. അതായത് ഒന്ന്, ഈ നദി അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന, സ്വർഗത്തിലേക്ക് പോകുന്ന ഈ ജീവിതത്തിൻ്റെ യാനപാത്രം, ഈ ജീവിതത്തിൻ്റെ കപ്പൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവുന്ന നദിയായിട്ട് ഇത് നിത്യതയിലേക്ക് അയാളെ കൊണ്ടുപോകും. രണ്ടാമത്തേത്, അയാളിൽ നിന്ന് സുവിശേഷ വേലയാകുന്ന, ശുശ്രൂഷയാകുന്ന ഒരു നദി ഒഴുകുകയും ചെയ്യും. രണ്ട് തരത്തിൽ ഇത് സംഭവിക്കും. അതാണ് ഈ പറയുന്നത്, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. അപ്പോൾ അവൾ പറഞ്ഞു, ഈ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. അവൾ പറയുകയാണ്, 15-ാമത്തെ തിരുവചനം, അപ്പോൾ അവൾ പറഞ്ഞു, ആ ജലം എനിക്ക് തരിക, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ, വെള്ളം കോരാൻ ഞാൻ ഇവിടെ വരികയും വേണ്ടല്ലോ. അപ്പം ഇവൾക്ക് ഇപ്പോൾ ഏതാണ്ട് ഈശോ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ ഒരു ബെൻഡ് മനസ്സിലാവുകയാണ്. ഈ ജലം ഒരു വലിയ ജീവന്റെ നദിയായിട്ട് മാറും. ഞാൻ 1-2 വാക്യങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് വായിക്കുകയാണ്. യോഹന്നാൻ 7:37 ഞാൻ പറഞ്ഞു. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഇതുപോലെ മറ്റൊരു വചനം കൂടി ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ വായിക്കേണ്ടതുണ്ട്. അത് വെളിപാട് പുസ്തകത്തിലാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 21-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനം. വെളിപാട് പുസ്തകത്തിൻ്റെ 21:6. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു, ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വെളിപാട് 21:6. ദാഹിക്കുന്നവന് ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. 22:17. വെളിപാട് പുസ്തകം 22:17. ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക, കേൾക്കുന്നവൻ പറയട്ടെ, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ഈ ജീവന്റെ ജലം, പരിശുദ്ധാത്മാവാകുന്ന ഈ ജീവജലം നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു അനുഭവമായി, ഒരു നദിയായി മാറും. അപ്പം ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ സമറിയാക്കാരിയോടുള്ള ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ ഈ ലോക മനുഷ്യൻ്റെ എല്ലാ ദാഹങ്ങളെയും ശമിപ്പിക്കുന്ന ഒരു ജീവന്റെ നദിയായി, ജീവന്റെ ഉറവയായി പരിശുദ്ധാത്മാവാകുന്ന ദാനം നമ്മളിലൂടെ അനേകരിലേക്ക് വർഷിക്കപ്പെടുകയും നമ്മളെ നിത്യതയിലേക്ക് നയിക്കുകയും ചെയ്യും എന്ന് ഈശോ നമ്മളോട് സംസാരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 15 വരെയുള്ള തിരുവചനമാണ് നമ്മൾ ചിന്തിച്ചത്. സമറിയാക്കാരി ജീവജലത്തെക്കുറിച്ച് ഈശോയിൽ നിന്ന് കേൾക്കുന്നു. ജീവജലത്തെക്കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ ആ ജലം തനിക്ക് ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. വളരെ ആത്മാർത്ഥമായി അവൾ പരിശുദ്ധാത്മാവാകുന്ന ജീവന്റെ ജലം, ഒരിക്കലും ദാഹിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്ന ആ ജീവന്റെ ജലം എനിക്ക് തരണമേ എന്ന് യേശുവിനോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവൾ പറയുകയാണ്, മേലിൽ എനിക്ക് ദാഹിക്കുകയില്ല, വെള്ളം കോരാൻ ഞാനിവിടെ വരികയും വേണ്ട. വെള്ളം കോരാൻ ഞാനിവിടെ വരണ്ട എന്ന് പറയുന്ന ആ വാചകത്തിന് അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിക്കുന്ന നിതാന്തമായ ഒരു ദുഃഖത്തിൻ്റെ അലയടികൾ ആ വാക്കുകളിലുണ്ട്. അതായത് നമ്മൾ ഈ സുവിശേഷ ഭാഗം വായിച്ച് ധ്യാനിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഈ പെൺകുട്ടി ഉച്ചയ്ക്കാണ് വരുന്നത്. അവൾ ഉച്ചയ്ക്ക് വന്നതും ഒറ്റയ്ക്ക് വന്നതും സൂചിപ്പിച്ചത് അവളൊരു സോഷ്യൽ ഔട്ട്കാസ്റ്റാണ് എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ കുത്തഴിഞ്ഞതും അധാർമികവുമായ വഴുതിപ്പോയതും ഇടറിപ്പോയതുമായ തൻ്റെ ജീവിതം അവൾക്ക് സമ്മാനിച്ചത് ഏതാണ്ട് സമ്പൂർണമായൊരർത്ഥത്തിലെ ഒറ്റപ്പെടൽ തന്നെയാണ്. അപ്പോൾ ഒരു പരിധിവരെ സമൂഹം അവളെ ഒറ്റപ്പെടുത്തി എന്ന് ചിന്തിക്കുന്നതിനേക്കാളും അവൾ ഒറ്റപ്പെട്ട് നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചോദ്യങ്ങളെ നേരിടാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് അപമാനം ഏൽക്കേണ്ടി വരുമോ എന്ന ഭയം കൊണ്ടോ ഈ സ്ത്രീ തൻ്റെ ഇടറിപ്പോയതും തകർന്നു പോയതുമായ ജീവിതവും കയ്യിൽ പിടിച്ച് ഒറ്റയ്ക്ക് നടന്നിരുന്ന ഒരാളാണ്.
അപ്പോൾ അവളെ സംബന്ധിച്ച് ഈ നട്ടുച്ചയ്ക്ക് ഈ ഉഷ്ണ വേവ് തലയ്ക്ക് മീതെ ഒരു വലിയ ചൂടായിട്ടും വേവായിട്ടും നിൽക്കുമ്പോൾ ഉച്ചയ്ക്ക് വെള്ളം കോരാൻ വരിക എന്ന വളരെ ക്ലേശകരമായ ഒരു കാര്യം, ഈ ഒരു സമയമൊക്കെ അവൾ തിരഞ്ഞെടുക്കേണ്ടി വന്നത് അവൾ സമൂഹത്തിൽ നിന്ന് നേരിട്ട, അല്ലെങ്കിൽ അവൾ സ്വയം അഭയം തേടിയ ഈ ഏകാന്തതയുടെയും അന്യതാബോധത്തിൻ്റെയും നടുവിലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എനിക്ക് വരണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എനിക്ക് അപമാനത്തിൽ നിന്ന് പുറത്തു കിടക്കുകയും ചെയ്യാമല്ലോ എന്ന ഒരു ധ്വനി ആ വാക്കുകളിലുണ്ട്. എന്ന് പറഞ്ഞാൽ മുറിഞ്ഞുപോയ തൻ്റെ ജീവിതം നേരെയാവണം എന്ന ഒരു ആഗ്രഹം ഇപ്പോൾ അവളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. താൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന് തൻ്റെ ജീവിതത്തെ, ഈ തകർന്നു പോയതും കുത്തൊഴിഞ്ഞതുമായ തൻ്റെ ജീവിത പുസ്തകത്തെ നേരെയാക്കിത്തരാൻ, അടുക്കിയെല്ലാം ശരിയാക്കിത്തരാൻ കഴിവുണ്ട് എന്ന് ഒരു തോന്നൽ ഈ പെൺകുട്ടിയിലേക്ക് കടന്നു വരികയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഈശോയെ കണ്ടുമുട്ടുന്ന ഏത് വ്യക്തിയുടെയും ഉള്ളിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ അനുഭവങ്ങളിലൊന്ന്. യേശുവിനെ തന്നെ സുഖപ്പെടുത്താൻ കഴിയും എന്ന പ്രത്യാശ. അപ്പോൾ അങ്ങനെ അവൾ ചോദിക്കാം, അപ്പോൾ എനിക്ക് ആ ജീവൻ്റെ ജലം തരണം, അപ്പോൾ ഞാൻ ഇനി ഈ വെള്ളം കോരാൻ ഇവിടെ വരണ്ടല്ലോ എന്ന് അവൾ പറയുമ്പോൾ ഇനിയാണ് ഇതിലെ വളരെ നിർണായകമായ ഒരു ടേണിംഗ് പോയിന്റ്. ഈശോ അവളോട് പറയുകയാണ്, ഞാൻ ഈ ജീവൻ്റെ ജലം നിനക്ക് തരാം. 4-ാം അധ്യായം 18-ാം വാക്യം, നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. നമ്മൾ ഇവിടെ വളരെ 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 ഡിസിസീവായ ഒരു ടേണിംഗ് ഈ ഭാഗത്ത് നമ്മൾ കാണുകയാണ്. നമ്മളൊരു ശരാശരി വായനക്കാരൻ എന്ന നിലയിൽ ഈ ഭാഗം വായിച്ചു പോകുമ്പോൾ നമ്മൾ ഈ ഭാഗം എത്തുമ്പോൾ വേണമെങ്കിൽ അതൊരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിട്ട് നമ്മൾ നിൽക്കാം. കാരണം ഇപ്പോഴെന്തിനാണ് ഈ ആത്മീയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് വീട്ടുകാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് ഇപ്പോൾ ഇതിനകത്തേക്ക് ഒരു ഇൻ്ററപ്ഷൻ പോലെ, ഒരു ഡീവിയേഷൻ പോലെ, എന്തിനാണ് ഡിസ്ട്രാക്ഷൻ പോലെ ഇപ്പോൾ ഈ ഭർത്താവിൻ്റെ കാര്യമൊക്കെ എടുത്തിടുന്നത്? പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവാകുന്ന ഹീലർ, കർത്താവാകുന്ന വൈദ്യൻ, സൗഖ്യദായകൻ നമ്മളെ ഒരു ആത്മീയ ലോകത്തിൽ മാത്രം അഭയം കണ്ടെത്തി നമ്മുടെ ദുഃഖങ്ങളെ മറക്കുന്ന ഒരു ആത്മീയ ജീവിതമല്ല പരിശീലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് നമ്മളൊരു സ്പിരിച്വൽ വേൾഡിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ഒരു മായിക വലയത്തിനകത്ത് നമ്മളെ നിർത്തിയിട്ട് യാഥാർത്ഥ്യങ്ങളെ മുഴുവൻ വിസ്മരിക്കുക. നമ്മുടെ അനുജൻ, നമ്മുടെ വീട്, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ രോഗം, ഇതിൽ നിന്നെല്ലാം മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു ട്രാൻസിലേക്ക് കൊണ്ടുവന്ന് ഒരു മായിക വലയത്തിനകത്തേക്ക് കൊണ്ടുവന്ന് അതെല്ലാം മറന്ന് കുറേ സമയം നിർത്തുക, അതിനുശേഷം തിരിച്ചു വിടുക. ഇതല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. ഈശോ യഥാർത്ഥത്തിൽ വരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മാവിലേക്ക് മാത്രമല്ല, നമ്മുടെ അടുക്കളകളിലേക്ക് കൂടിയാണ്. ഈശോ ശരിക്കും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മാവിൽ മാത്രമല്ല, നമ്മുടെ വീട്ടിലും അടുക്കളയിലും ബെഡ്റൂമിലും നമ്മുടെ പൂമുഖത്തും നമ്മുടെ പ്രാർത്ഥനാ മുറിയിലും നമ്മുടെ പറമ്പിലും എല്ലാം ഈശോയ്ക്ക് ഒരു എൻട്രി ഉണ്ട്. ഇവിടെ ഈ ഭർത്താവിൻ്റെ കാര്യം വലിച്ചിഴയ്ക്കുന്ന എന്തിനെന്നറിയാം? നിനക്ക് ഈ പരിശുദ്ധാത്മാവാകുന്ന ജീവൻ്റെ ജലം ഞാൻ തരാം. ആ പരിശുദ്ധാത്മാവാകുന്ന ജീവൻ്റെ ജലം നിനക്ക് തരണമെങ്കിൽ നീ ഒരു ബന്ധത്തിലേക്ക് വരേണ്ടതുണ്ട്. ആ ബന്ധത്തിലേക്ക് വരാൻ നിന്നെ സഹായിക്കുന്ന ചില തലങ്ങൾ ഈശോ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങൾ ഈ പെൺകുട്ടിയെ ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഈ മുഴുവൻ ശ്രദ്ധയുടെയും ക്യാമറ ഈ പെൺകുട്ടിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്താൽ, ഈ പെൺകുട്ടിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് പോയാൽ ഇവളിങ്ങനെ അലയുകയാണ്. എന്തിനോ വേണ്ടിയുള്ള അലച്ചിൽ, ഒരുപക്ഷെ സ്നേഹം തേടിയുള്ള അലച്ചിൽ. ഈ സ്നേഹിക്കപ്പെടാൻ വേണ്ടിയുള്ള ഈ അലച്ചിൽ അവൾക്ക് സമ്മാനിച്ചത് 5 ഭർത്താക്കന്മാരെയാണ്. 5 ഭർത്താക്കന്മാരെയാണ്. എന്നിട്ട് ഇപ്പോഴുള്ളവൻ ഭർത്താവുമല്ല, 6. അപ്പോൾ ഏതാണ്ട് ഒരു 5-6 പുരുഷന്മാരുടെ കൂടെ അവരുടെ പിന്നാലെ നടന്ന, അവരുടെ പിന്നാലെ സ്നേഹം തേടി അലഞ്ഞ ഈ പെൺകുട്ടി എന്തോ തിരയുകയാണ്. ഇതാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള ജീവിതാവസ്ഥ. ഈ ജീവിതാവസ്ഥയെ അഡ്രസ്സ് ചെയ്യാതെ ഇവളെ കൊണ്ട് കുറേ പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിച്ചാൽ അത് ആത്മീയ ജീവിതമോ അതൊരു ജീവിതത്തിൻ്റെ സൗഖ്യമോ ആകില്ലെന്ന് യേശുവിനറിയാം. അതുകൊണ്ട് ആക്ച്വലി ഈസ് അഡ്രസ്സിങ് ദ റിയൽ ഇഷ്യൂ. അവരോട് ചോദിക്കുകയാണ്, നീ എന്നോട് പറ, നിൻ്റെ ഭർത്താവ് എവിടെ? ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോവാ. ഉടനെ അവൾ പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല.
ഉടനെ ഈശോ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് ഭർത്താവില്ല, നിനക്ക് 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവുമല്ല. എന്ന് പറഞ്ഞാൽ ഇതാണ് മോളെ, നിന്റെ സീരിയസ് ആയ റിയാലിറ്റി അഡ്രസ്സ് ചെയ്യുക. നമുക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കാം. ലെറ്റ് us talk about the Holy Spirit. But now wait. ആ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ലെറ്റ് us talk about your inner agony. Let us talk about your inner frustrations. Let us talk about your anxiety. Let us talk about your orphanhood. Let us talk about your rejection. Let us talk about your fatherlessness. Let us talk about the abandonment you faced. എന്തെന്നറിയോ, ഈ നമ്മൾ ഏതവസ്ഥയിലാണ് എന്ന് കണ്ടെത്താത്ത ഒരാൾക്ക് ഒരു ആത്മീയ ജീവിതം സാധ്യമല്ല. എന്താണ് ഈ സുവിശേഷങ്ങൾ എപ്പോഴും വിശ്വസിക്കുക എന്ന് പറയുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാചകമുണ്ട്, അനുദപിക്കുക എന്ന്. റിപ്പൻ്റ് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ, ഈ അനുദപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന്. ഇതാണ് ഈ ബൈബിളിലെ ആദ്യത്തെ ചോദ്യം, ആദം നീ എവിടെ? Before we begin every spiritual discourse, every spiritual conversation, God is asking, where are you? Where do you stand? നീ നിൽക്കുന്ന, നീ എവിടെയാണ്? നിന്റെ സ്ഥാനം എവിടെയാണ്? പന്നിക്കൂട്ടിലാണോ, പാതാളക്കുഴിയിലാണോ, മരത്തിൻ്റെ മറവിലാണോ? Where do you stand? Where are you? അപ്പോൾ മനസ്സിലാവുന്നത് എന്തൊരു സിന്തറ്റിക് ആയ എന്തൊരു ബാലൻസ്ഡ് ആയ ഒരു സ്പിരിച്വാലിറ്റിയാണ് ഈശോ മിശിഹ നമുക്ക് വേണ്ടി അവതരിപ്പിച്ച് തന്നത്. അല്ലേ, നമ്മളോട് ഈശോ ശരിക്കും നമ്മളിലേക്ക് കർത്താവ് കൊണ്ടുവന്ന് തന്നത് എന്തുമാത്രം ഒരു ബാലൻസ്ഡായ ആത്മീയതയാണ്. നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുപോവാ. അതായത് നിന്റെ ഈ റിയൽ ഇഷ്യൂവിനെ ബൈപ്പാസ് ചെയ്തിട്ട് മോളെ നിനക്ക് ഒരു ആത്മീയ ജീവിതം സാധ്യമല്ല. അതുകൊണ്ട് അഡ്രസ് യുവർ റിയാലിറ്റി. നിൻ്റെ മുറിവിനെ അഡ്രസ്സ് ചെയ്യേ, ഇപ്പം നീ നിൽക്കുന്ന നിൻ്റെ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യേ, നിൻ്റെ കുറവുകൾ അഡ്രസ്സ് ചെയ്യേ, നിൻ്റെ ഫ്രസ്ട്രേഷൻസ്, നിൻ്റെ റിയാലിറ്റി അഡ്രസ്സ് ചെയ്യേ ബിഫോർ വി ടോക്ക് അബൌട്ട് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ അതാണ് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നത്. കാരണം ഈശോയ്ക്ക് അറിയാം, ഷീ ഈസ് ഡീപ്ലി വൂണ്ടഡ് ഇൻസൈഡ്. അവൾ അകത്ത് ഒത്തിരി മുറിവേറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ മുറിവിനെ, അവൾ കടന്നുപോയ ആ മുറിവിനെ അവൾ കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചത് എങ്ങനെയായിരുന്നു? അവൾ കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചത് ഭർത്താക്കന്മാരെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടായിരുന്നു, പുരുഷന്മാരെ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് അതെല്ലാം ആ ഒരിക്കലും നിന്റെ ദാഹം ശമിപ്പിക്കാൻ കഴിയാത്ത ഭർത്താക്കന്മാരിൽ നിന്നെല്ലാം നിന്റെ നോട്ടം മാറ്റിയിട്ട് നീ ദാഹം ശമിപ്പിക്കാൻ കഴിവുള്ളവൻ്റെ അടുത്തേക്ക് നിന്റെ നോട്ടം മാറ്റുക, നിന്റെ നോട്ടം തിരിക്കുക. നമ്മൾ ഈ ഭാഗത്തെ വ്യാഖ്യാനിക്കുമ്പോൾ ഈ ടെക്സ്റ്റിന് വളരെ പേഴ്സണലായ ഒരു ഓവർടോൺ ഉണ്ട്. അത് ഈ സമറിയക്കാരിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഈ ടെക്സ്റ്റ് പ്രധാനമായിട്ട് സംസാരിക്കുന്നത് ഈ സമറിയക്കാരിയുടെ പ്രോബ്ലമാണ് സംസാരിക്കുന്നത്. അതായത് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് വെരി ഇൻഡിവിജ്വൽ ആൻഡ് പേഴ്സണൽ ഓവർടോൺ. എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗത്തിന് ഈ പേഴ്സണലായ ഈ സ്ത്രീയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരർത്ഥം മാത്രമല്ല ഉള്ളത്. ഈശോ ഇപ്പോൾ സമറിയ എന്ന് പറയുന്ന ദേശത്ത് താമസിക്കുന്ന സമറിയാക്കാർ എന്ന് പറയുന്ന കണ്ടംപ്റ്റഡ് ആയ വെറുക്കപ്പെട്ട ഒരു ജനതയെ അഡ്രസ്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സമറിയാക്കാർ നിൽക്കുന്നത് ആ ജനതയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടാണ്. അപ്പോൾ ഈശോ ഇനി പറയുന്ന ഓരോ വാക്കുകളും 2 വിധത്തിലും ആപ്ലിക്കബിളാണ്. ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലും ആപ്ലിക്കബിളാണ്, സമറിയ ദേശത്തെ ജനതയുടെ ജീവിതത്തിലും ആപ്ലിക്കബിളാണ്. ഈ 2 രീതിയിലും ഇതിൻ്റെ സിംബോളിസം വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ ഇതിനെ ഒന്ന് കാണാനായിട്ട് പോവുകയാണ്. ഈശോ പറയുകയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അത് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ശരിയാണ്. ഇവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോഴൊരാളുണ്ട്, ഭർത്താവല്ല. എന്നാൽ സമറിയാക്കാരുടെ ജീവിതത്തിലും എക്സാക്ട്ലി ഇത് ശരിയാണ്. ഞാൻ സമറിയാക്കാരുടെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞ സമയത്ത് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചിരുന്നു. അങ്ങനെ വായിച്ച സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധേയമായൊരു കാര്യം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളിത് മറക്കരുത്, ഇത് പിന്നീട് നമുക്ക് ആവശ്യമായി വരും എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഞാൻ ആ ഭാഗം ഒരിക്കൽ കൂടി വായിക്കുകയാണ്. ഈ രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 2 രാജാക്കന്മാരിൽ 2 രാജാക്കന്മാർ 2 രാജാക്കന്മാർ 16-ാം അധ്യായത്തിൽ 24-ാമത്തെ വാക്യം.
2 രാജാക്കന്മാർ 16:24, 17:24. 2 രാജാക്കന്മാർ 17:24. അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, ഔവ, ഹമാത്ത്, സെഫാർവയും എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അതായത് എത്ര സ്ഥലത്തു നിന്നാണ്? 5 സ്ഥലത്തു നിന്ന്. അതായത് സമറിയ ദേശത്ത് വാസമുറപ്പിച്ചിരുന്നത് 5 വിദേശ ജനതകളാണ്. 5 വിദേശ ജനതകൾ. അപ്പോൾ അവരവിടെ വാസമുറപ്പിച്ചപ്പോൾ 29-ാമത്തെ വാക്യം, ഈ 5 ജനതയിലെ ഓരോ ജനതയും തങ്ങൾ താമസിച്ചിരുന്ന നഗരങ്ങളിലെല്ലാം തങ്ങളുടെ ദേവന്മാരെ ഉണ്ടാക്കി സമറിയക്കാർ നിർമ്മിച്ച പൂജാഗിരികളിൽ പ്രതിഷ്ഠിച്ചു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ സമറിയ ദേശത്ത് താമസിച്ചിരുന്ന സമറിയക്കാർക്ക് 5 വിജാതീയ ദൈവങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഈ പുരാതന കാലങ്ങളിൽ ദേവന്മാരെ അവർ ഭർത്താക്കന്മാർ എന്ന് വിളിച്ചിരുന്നു. അതിന് ബൈബിളിൽ സൂചനയുണ്ട്. ഉദാഹരണത്തിന് ഹോസിയ പ്രവചനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. ഹോസിയയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. ഹോസിയ പ്രവചനം 2:16. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും, ഹസ്ബൻഡ് എന്ന് വിളിക്കും, ഭർത്താവെന്ന് വിളിക്കും. എൻ്റെ ബാൽ എന്ന് നീ മേലിൽ വിളിക്കുകയില്ല. അതായത് ബാലിനെ നീ ഭർത്താവെന്ന് വിളിക്കില്ല, എന്നെ ഭർത്താവെന്ന് വിളിക്കും. അതായത് ഈ 5 ജനതകൾ വന്നപ്പോൾ, സമറിയ ദേശത്ത് വന്നപ്പോൾ അവർ എന്ത് ചെയ്തിരുന്നു? അവർ തങ്ങളുടെ ദേവന്മാരെയും കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ സമറിയക്കാർക്ക് 5 വിജാതീയ ദേവന്മാരുമായി ബന്ധമുണ്ടായിരുന്നു. 5 വിജാതീയ ദേവന്മാരായിരുന്നു അവരുടെ ഭർത്താക്കന്മാർ. അപ്പം നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് 5 ദേവന്മാരുണ്ടായിരുന്നു എന്നാണ് സമറിയക്കാർ എന്ന ജനതയുമായി ബന്ധപ്പെട്ട് ഈ വചനഭാഗത്തിൻ്റെ അർത്ഥം. ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട് അവരുടെ വ്യക്തി ജീവിതത്തിൽ അവൾ പുരുഷന്മാരെ മാറി മാറി പരീക്ഷിച്ച് തൻ്റെ ഉള്ളിലെ വേദന, മുറിവ് ശമിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ സമറിയക്കാർ എന്ന ജനതയുമായി ബന്ധപ്പെട്ട് അവർക്ക് 5 വിജാതീയ ദേവന്മാരുമായിട്ടുണ്ടായിരുന്ന വിഗ്രഹാരാധന സംബന്ധമായ അന്യദൈവാരാധന സമ്പർക്കത്തെയാണ് ഈ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കുന്നത്, ഈശോ പറയുകയാണ്, ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല എന്ന് പറഞ്ഞാൽ സമറിയക്കാർക്ക് ഈ യഹൂദന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത യഥാർത്ഥ ദൈവത്തെ അവർ ഭർത്താവായി അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇപ്പോഴുള്ളവൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിന്റെ മുമ്പിൽ ഈ കിണറ്റിൻകരയിൽ നിൽക്കുന്ന യേശു നിന്റെ മണവാളനായി മാറിയിട്ടില്ല. യേശു നിന്റെ മണവാളനായി മാറിയിട്ടില്ല. 5 വിജാതീയ ദേവന്മാരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു സമറിയക്കാർ. അവർ യേശു എന്ന മിശിഹായെ കണ്ടെത്തിയിട്ടില്ല. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവ് ആയിട്ടില്ല. ആ അർത്ഥത്തിലാണ് നമ്മളതിനെ കാണേണ്ടത്. ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ദൈവാനുഭവത്തിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് സ്വന്തം ബ്രോക്കൺനെസ് അംഗീകരിക്കുകയാണ്, സ്വന്തം റിയാലിറ്റി അംഗീകരിക്കുകയാണ്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അംഗീകരിക്കുകയാണ്. ഈ സത്യസന്ധമായ നമ്മുടെ അവസ്ഥയെ അംഗീകരിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഒരു യേശു അനുഭവം സാധ്യമല്ല എന്ന് ഇവിടെ പറയുകയാണ്. അപ്പം അതുകൊണ്ട് ജീസസ് ഈസ് എക്സ്പോസിങ് ഹെർ. അവരുടെ അവസ്ഥയെ കർത്താവ് തുറന്നു കാണിക്കുകയാണ്. അവളോട് പറയുകയാണ്, നീ പറഞ്ഞത് ശരിയാണ്. നീ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞാൽ നീ പറഞ്ഞത് ഹാഫ് ട്രൂത്താണ്, പകുതി ശരിയാണ്. നിനക്ക് ഇപ്പോൾ ഭർത്താവില്ല, കാരണം ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവായിട്ടില്ല, അല്ല ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. 5 ഭർത്താക്കന്മാർ പക്ഷേ ഉണ്ടായിരുന്നു. അപ്പോൾ ആക്സെപ്റ്റ് ദിസ് ഹാർഡ് കോർ, ദിസ് നേക്കഡ് റിയാലിറ്റി ഓഫ് ദ സിൻഫുൾനെസ്. നമ്മുടെ ഈ ബ്രോക്കണായ അവസ്ഥയെ, വൾണറബിലിറ്റി, നമ്മുടെ ഈ യഥാർത്ഥ പാപാവസ്ഥയെ അംഗീകരിക്കാത്ത ഒരാൾക്ക് യേശുവുമായൊരു ബന്ധം സാധ്യമല്ല. ഈശോ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഇന്നെന്താണ് നമ്മൾ ഈ ക്രിസ്തീയ സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തിനും യേശു ഒരു അനുഭവം ആകുന്നില്ലെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ ഈ ബ്രോക്കൺനെസ്. നമുക്ക് യേശുവിനെ ആവശ്യമുണ്ട്, ഞാൻ സിൻഫുള്ളാണ്, ഞാൻ പാപിയാണ്, എനിക്ക് പാപമുണ്ട് എന്നിൽ എന്ന ഒരു യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നില്ല. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ സ്വയനീതിയാണ്, സെൽഫ് റൈച്ചിയസ്നെസ്. നമ്മൾ നല്ലതാണെന്നാണ് നമ്മുടെ വിചാരം മുഴുവൻ. നമ്മൾ രോഗിയാണ്, പാപിയാണ് എന്ന സത്യം നമ്മൾ അംഗീകരിക്കുന്നേയില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യേശു എന്ന് പറയുന്ന ആ ദൈവപുത്രനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ജനതയായിട്ട് നമ്മൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. അപ്പോൾ ഇവിടെ ഇനി വളരെ രസകരമാണ് ഇനിയുള്ള സംഭാഷണം. അപ്പോൾ ഈ ഹാർഡ് കോർ റിയാലിറ്റി യേശു അഡ്രസ്സ് ചെയ്തു. ഭർത്താവിനെ കൂട്ടിക്കൊണ്ടിരാൻ പറഞ്ഞു. ഉടനെ ഉണ്ടല്ലോ, ഒരു വരാലിനെ പോലെ ഇവൾ തെന്നി മാറുകയാണ്.
When Jesus was getting near to the bone, she evades, she moves away. വേറെന്തോ പറഞ്ഞിട്ട് അവൾ വിഷയം പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് മാറ്റുകയാണ്. 16-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക. എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു. യേശു അവളോട് പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യമാണ്. അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് ഒരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇനി പതുക്കെ വിഷയം മാറ്റാൻ പോവാണ്. പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു. യേശു പറഞ്ഞു, സ്ത്രീ, എന്നെ വിശ്വസിക്കുക. ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു, നിങ്ങൾ അറിയാത്തതിന്. അതായത് വിഷയം ഇവിടുന്ന് മാറിപ്പോവാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, വിഷയം മാറ്റിക്കൊണ്ട് ഇവള് പോയത് ഈശോ അറിയാതെ പോയതാണോ? ഈശോ അതിനകത്ത് വീണു പോയതാണോ? അല്ല. ചോദ്യത്തിൽ നിന്ന് അവൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. ഈ മോളെ, നിന്റെ ബ്രോക്കൺനെസ്സിനെ കുറിച്ച് എന്നോട് പറയുക എന്ന് പറഞ്ഞ് ഈശോ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവൾ മതം, ആത്മീയത, ആരാധന, പ്രാർത്ഥനയുടെ വിധം, എവിടെയാണ്, ഏത് മലയിലാണ് പ്രാർത്ഥിക്കുക, ഈ വിഷയങ്ങളെടുത്ത് കൊണ്ടുവന്ന് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. ഇവിടെ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു അപകടമാണിത്. ഇതെന്നറിയാമോ? ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാതിരിക്കുന്നതിന് ഒരു എസ്കേപ്പിസമായിട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി മാറരുത്. അതായത് അതിന് സ്പിരിച്വാലിറ്റി എടുത്തുകൊണ്ട് ഇടരുത്. നമ്മുടെ റിയാലിറ്റി അംഗീകരിക്കുന്നതിന് ഒരു തടസ്സം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന്, ഓടി രക്ഷപ്പെടുന്നതിനുള്ള ഒരു രക്ഷാമാർഗമായിട്ട് സ്പിരിച്വാലിറ്റി മാറരുത്. നമുക്കൊരു പ്രോബ്ലമുണ്ട്, അതിനെ ആക്സെപ്റ്റ് ചെയ്യുക, അഡ്രസ്സ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊരു ആഭിമുഖ്യമുണ്ട്, ദൈവാന്വേഷണത്തിനൊരു ആഭിമുഖ്യമുണ്ട്. നിങ്ങളൊരു കുടുംബനാഥനാണ്. നിങ്ങൾ ഈ പ്രാർത്ഥനയുടെയും ദൈവാഭിമുഖ്യത്തിൻ്റെയും പേര് പറഞ്ഞ് കുടുംബത്തോടുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും രക്ഷപ്പെടുകയും ചെയ്യുന്നത് ഒരു എസ്കേപ്പിസമാണ്. ആക്സെപ്റ്റ് ചെയ്യുക. എന്താണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് പ്രാർത്ഥന താല്പര്യമുണ്ട്, അതവിടെ നിൽക്കട്ടെ. ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ഉത്തരവാദിത്തങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിത്വമാണ് എൻ്റേത്. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. ആക്സെപ്റ്റ് ഇറ്റ്. എൻ്റെ റിയാലിറ്റി അതാണ്. എന്താണ്? റെസ്പോൺസിബിലിറ്റികളിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതാണ് അതിൻ്റെ റിയാലിറ്റി. ഇതിനെ കവറപ്പ് ചെയ്യാൻ നമ്മൾ കണ്ടെത്തിയ ഒരു വഴിയാണ് ഈ പ്രാർത്ഥന, ആത്മീയത, പ്രാർത്ഥന കൂട്ടായ്മ, ധ്യാനങ്ങൾ. നോ, 10 ധ്യാനം കൂടി ഇതിനെ കവർ ചെയ്യാനല്ല നീ ശ്രമിക്കേണ്ടത്. ഒരു ധ്യാനം കൂടിയിട്ട് അഡ്രസ് യുവർ റിയാലിറ്റി. ആ ധ്യാനം കൂടുമ്പോൾ നീ ഈശോയോട് പറയേണ്ടത്, കർത്താവേ, എനിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കുടുംബത്തെ നന്നായിട്ട് നോക്കാനും കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കാനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാനും ധൈര്യമില്ലാത്ത, അതിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ പ്രോബ്ലം അതാണ്. നീ അതിലേക്ക് വരിക, എന്നെ സഹായിക്കുക, എന്നെ സുഖപ്പെടുത്തുക. അപ്പം നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് കുഷ്ഠരോഗി പറഞ്ഞതുപോലെ, അത് പറയുമ്പോഴാണ്, അതിലേക്കാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അവിടെയാണ് ഈ ജീവൻ്റെ ജലം വർക്ക് ചെയ്യുന്നത്. എന്നാൽ അനേകരെ സംഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്താണ്? ഈ അവരവരുടെ വൾണറബിലിറ്റി അംഗീകരിക്കാൻ തയ്യാറല്ലാതിരുന്നിട്ട് എന്തു ചെയ്യും? ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള രക്ഷാമാർഗമായിട്ട് സ്പിരിച്വാലിറ്റിയെ കാണും. ഇത് അനേകം പേർക്ക് ആത്മീയതയോട് വെറുപ്പുണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട്. നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം ഒരു സന്തുലനാവസ്ഥയിലും സംയമനത്തിലും ഒരു ആരോഗ്യകരമായ വിധത്തിലും മുന്നോട്ട് പോകുന്നതിന് നമ്മുടെ ആത്മീയത നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ ആത്മീയതയെ മനുഷ്യൻ വെറുക്കാനിടയുണ്ട്. വീട്ടിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടാനുള്ള വഴിയല്ല പ്രാർത്ഥന. കർത്താവ് ശംസിക പകല് നല്ലതുപോലെ പണിയെടുത്തിട്ടാണ് രാത്രിയിൽ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ വൾണറബിലിറ്റിയെ, ബ്രോക്കൺനെസ്സിനെ, നമ്മുടെ പരാധീനതകളെ, കുറവിനെ, എൻ്റെ മുറിവുകളെ, എൻ്റെ നേക്കഡ്നെസ്സിനെ, എൻ്റെ ഫ്രസ്ട്രേഷൻസിനെ, എൻ്റെ അനാഥത്വങ്ങളെ, എൻ്റെ അബാൻഡൻമെൻറ്റിനെ, ഇതൊക്കെ ഈ റിയാലിറ്റികളെ ആക്സെപ്റ്റ് ചെയ്യുക. ആ റിയാലിറ്റികളെ ആക്സെപ്റ്റ് ചെയ്ത്
അതിലേക്ക് യേശുവിനെ വിളിച്ചു വരുത്തുക. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമല്ല ആത്മീയത. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച നിങ്ങൾ എവിടെയായിരുന്നാലും പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കും, സ്പർശിക്കും. കർത്താവിൻ്റെ സ്നേഹവും കരുണയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്ക് മുമ്പിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെയും ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.